യാൻഷിങ് രാത്രി വീട്ടിലേക്ക് പോവാതെ മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിന്റെ ലൈബ്രറിയിൽ സമയം ചെലവഴിക്കുകയായിരുന്നല്ലോ. അവൾ അടുത്ത ദിവസം രാവിലെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും ചുച്ചു അവൾക്കുള്ള ഫുഡുമായി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. രാത്രി മുഴുവൻ ഉറങ്ങാതെ കുത്തിയിരുന്ന് പരിശോധിച്ചിട്ടും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള വിവരങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് യാൻഷിങ് അവളെ അറിയിക്കുന്നു. ഇത്തവണ അവൾ ഷെന്തുവിനോട് പിണങ്ങിയത് ഒട്ടും ശരിയായില്ല. അവൻ അവൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. ലുവോഷി അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിട്ട് പോലും വിടാതെ അവൻ എതിർത്ത് നിന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ചുച്ചു അവൾ ഷെന്തുവുമായി പിണങ്ങിയതിന് അവളെ വഴക്കു പറയുന്നു. അവൻ തനിക്ക് വേണ്ടി അത്രയൊക്കെ ചെയ്തിരുന്നു എന്നറിഞ്ഞപ്പോൾ യാൻഷിങ്ങിനും കുറ്റബോധം തോന്നുന്നുണ്ട്. അവൾ അപ്പോൾ തന്നെ അവനെ കാണാനെന്നോണം അവിടെ നിന്ന് പോകുന്നു. ഷെന്തുവിന്റെ അസിസ്റ്റന്റ് ഈ സമയം അവന്റെ അടുത്ത് നിന്ന് പുതിയതായി ആയിരിക്കുന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഷെൻഹുവോ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നതുപോലെ മരിച്ചുപോയവർ തിരികെ എത്തും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറെ ആളുകൾ ഒരുമിച്ച് എത്തിയിട്ടുണ്ട്. അത് സമൂഹത്തിൽ പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അസിസ്റ്റന്റ് അവനെ അറിയിക്കുന്നു. യാൻഷിങ് സ്വന്തം വീട്ടിലേക്കായിരുന്നു ആദ്യം പോയത്. അമ്മ അവിടെ ഇല്ലാത്തതിനാൽ അവൾ അമ്മയെ അന്വേഷിച്ചെത്തുന്നുണ്ട്. ഈ ഷെൻഹുവോയുടെ പിൻഗാമികളായിട്ട് കുറച്ചു പേർ പഴയ ജിങ്ഷു വർക്ക്ഷോപ്പിന്റെ അടുത്തെത്തി അവരെ ആരാധിക്കുന്ന രീതിയിൽ ഓരോന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. യാൻഷിങ്ങിന്റെ അമ്മയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. യാൻഷിങ് അവിടെ ചെന്ന് അമ്മയെ അവിടെ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോയി ഇങ്ങനെ അന്ധവിശ്വാസങ്ങളൊക്കെ കാണിക്കുന്നതിന് കുറെ വഴക്ക് പറയുന്നുണ്ട്. അമ്മ പക്ഷേ ഷെൻഹുവോയെ ഏതോ ദൈവത്തെ പോലെയാണ് ഇപ്പോൾ കരുതിയിരിക്കുന്നത്. അവൾ മരണത്തിൽ നിന്ന് തിരിച്ചെത്തിയതുകൊണ്ട് എല്ലാവർക്കും അതേപോലെ അമരത്വം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അമ്മ ഷെൻഹുവയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. യാൻഷിങ് ഇതൊക്കെ പൊട്ടത്തരമാണ് എന്ന് പറഞ്ഞ് അമ്മയെ വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കുറച്ച് സൈനികർ അങ്ങോട്ടേക്ക് വന്ന് അവിടെ ഇരിപ്പുണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തത്. അവരോട് അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ പറഞ്ഞിട്ട് അനുസരിക്കാത്തത് കൊണ്ട് അവസാനം സൈനികർക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വന്നതാണ്. യാൻഷിങ് അമ്മയെ തിരികെ വീട്ടിൽ കൊണ്ട് വിട്ട ശേഷം ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകരുതെന്ന് പറഞ്ഞ് കുറച്ച് വഴക്ക് പറയുന്നുണ്ട്. ഞാൻ നിനക്കും നിന്റെ അച്ഛനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പോയതാണ്, അതിലെന്താണ് കുഴപ്പമെന്നൊക്കെ പറഞ്ഞ് അമ്മ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. യാൻഷിങ് പക്ഷേ അമ്മയെ കുറേ വഴക്ക് പറഞ്ഞ ശേഷം അമ്മ ആ സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്ന ഒരു ജയിലും പിടിച്ചു വാങ്ങിക്കൊണ്ടാണ് അവിടെ നിന്ന് പോയത്. യാൻഷിങ് അന്ന് രാത്രിയും വീട്ടിലേക്ക് പോവാതെ ആ ലൈബ്രറിയിൽ തന്നെ ആയിരുന്നു ചെലവഴിച്ചത്. പക്ഷേ കുറേ സമയം അവിടെ ഇരുന്ന ശേഷം അവൾ ഉറങ്ങിപ്പോകുന്നുണ്ട്. ആ സമയത്ത് അവിടെ എങ്ങനെയോ തീ പിടിക്കുന്നു. ചൂട് സഹിക്കാൻ വയ്യാതെ കുറെ കഴിഞ്ഞപ്പോൾ അവൾ ഉണരുന്നുണ്ട്. അപ്പോഴാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അറിയുന്നത്. പക്ഷെ അപ്പോഴേക്കും തീ പടർന്ന് വല്ലാതെ ആളി കത്താൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് അവൾക്ക് പെട്ടെന്നൊന്നും പുറത്തേക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. കുറെ ആളുകൾ പുറത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പോഴേക്കും ഷെന്തുവും വിവരം അറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തുന്നു. അകത്ത് യാൻഷിങ് ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് കാരണം അവന് ആകെ വല്ലാത്തൊരു അവസ്ഥയിലെത്തിയിരുന്നു. അവളെ രക്ഷിക്കാനായി അതിനുള്ളിലേക്ക് കയറാൻ അവൻ തുടങ്ങുന്നുണ്ട്. എതിരെ വന്ന ആളുകൾ ആ സമയത്ത് അബദ്ധത്തിൽ അവന്റെ ദേഹത്ത് ഇടിക്കുന്നു. ഷെന്തു തീ ഒന്നും വകവയ്ക്കാതെ ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്താണ് പുറത്തൊരിടത്ത് നിന്ന് യാൻഷിങ് അവനെ വിളിച്ചത്. നോക്കുമ്പോൾ അവൾ എങ്ങനെയോ രക്ഷപ്പെട്ട് പുറത്തെത്തിയിരുന്നു. അവളെ കണ്ടതും ഷെന്തു ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന് അവൻ ശരിക്കും പേടിച്ചു പോയിരുന്നു. അവളെ ജീവനോടെ കണ്ടപ്പോഴാണ് അവന് ആശ്വാസമായത്. അവനെ കണ്ടപ്പോൾ അവൾക്കും സമാധാനമാവുന്നുണ്ട്. പക്ഷെ അങ്ങനെ നിൽക്കുന്ന കൂട്ടത്തിൽ അവളുടെ ബോധം നഷ്ടപ്പെടുന്നു. ഷെന്തു വേഗം അവളെ പൊക്കിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് അവൾ ഉണരുമ്പോൾ ഷെന്തു അവളുടെ അടുത്തിരിപ്പുണ്ട്. അവനെ കുറ്റപ്പെടുത്തി സംസാരിച്ചതിന്റെ കുറ്റബോധം അവൾക്ക് ഇപ്പോഴുമുണ്ട്. കുറെ പുകയും കരിയുമൊക്കെ ശ്വസിച്ചതുകൊണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് എങ്ങും ചുറ്റി നടക്കാതെ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കാൻ അവൻ അവളോട് പറയുന്നു. അന്ന് അവനെ മോശമാക്കിക്കൊണ്ട് അങ്ങനെ സംസാരിച്ചതിന് അവൾ അവനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ആ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന റെക്കോർഡുകൾ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആരെങ്കിലും തീയിട്ടതായിരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഇടയ്ക്ക് അവൾ എഴുന്നേറ്റ് ഇരുന്നുകൊണ്ട് ചോദിക്കുന്നു. പക്ഷേ അവളെ അപകടപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചതായിരിക്കാനും ചാൻസ് ഉണ്ട് എന്ന് ഷെന്തു പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും അത് ചെയ്തത് എന്ന് അവൾ സംശയിക്കുന്നു. ഈ സമയത്താണ് അവന്റെ ഡ്രസ്സിൽ പറ്റിയിരിക്കുന്ന വെളുത്ത പൊടി അവൾ ശ്രദ്ധിക്കുന്നത്. അവൾ അത് നോക്കാനായി അടുത്തേക്ക് ചെന്നപ്പോഴാണ് ഷെന്തുവും അത് ശ്രദ്ധിക്കുന്നത്. തീപിടുത്തമുണ്ടായ സ്ഥലത്ത് അവൻ എത്തിയ സമയത്ത് 1-2 പേർ അവനെതിരായി വന്ന് ഇടിച്ചിരുന്നല്ലോ. അവരുടെ ശരീരത്തിൽ നിന്ന് പറ്റിയതാണത് എന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. യാൻഷിങ്ങിനെ പൊടി കണ്ടപ്പോൾ എന്ത് സംശയം തോന്നുന്നതിനാൽ അവൾ ഒരു പേപ്പർ എടുത്ത് അത് ചുരണ്ടി എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇതെന്താണെന്ന് എന്റെ മാസ്റ്റർക്ക് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് അവൾ അപ്പോൾ പറയുന്നുണ്ട്. ആക്രമണം നടന്ന സ്ഥലത്ത് മുഖംമൂടി ധരിച്ച ഒരാളെ കണ്ടിരുന്നത് പോലെ ഷെന്തു അപ്പോൾ ഓർക്കുന്നുമുണ്ട്. പക്ഷെ അതാരാണെന്നോ ഒന്നും അവന് തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല. കുറച്ച് ദിവസം പുറത്തൊന്നും പോവാതെ അവളോട് നന്നായി റെസ്റ്റ് എടുക്കാൻ അവൻ പറയുന്നുണ്ട്. പക്ഷെ ആരോഗ്യം വീണ്ടും കിട്ടിയപ്പോൾ യാൻഷിങ് മാസ്റ്ററെ പോയി കണ്ട് ആ പൊടി കാണിച്ച് അതെന്താണ് എന്ന് അന്വേഷിക്കുന്നു. മാസ്റ്ററും അതിന് വ്യക്തമായ ഒരു ഉത്തരവൊന്നും നൽകുന്നില്ല. അവർ ഇരുന്നിരുന്ന സ്ഥലത്ത് കുറച്ച് തീ കത്തിക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് ആ പൊടി ഇട്ടിട്ട് അത് കത്തുന്ന പൊടിയാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അല്ലാതെ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ഒന്നും ഇപ്പോൾ അദ്ദേഹം പറയുന്നില്ല. മാത്രമല്ല കേസ് അന്വേഷണത്തിൽ അവൾക്ക് ഇച്ചിരി ധൃതി കൂടി പോകുന്നുണ്ട്. അത് തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തിരക്ക് ഒഴിവാക്കി വളരെ ശ്രദ്ധയോടെ കേസ് അന്വേഷിക്കണം എന്നൊക്കെ മാസ്റ്റർ അവളെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഗോസ്റ്റ് മാർക്കറ്റിലുള്ള ആൾക്ക് ആ പൊടി എന്താണെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റിയേക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഷെന്തുവുമായിട്ടുള്ള അവളുടെ റിലേഷൻ മെച്ചപ്പെടുത്തുന്നതിനെ പറ്റിയും അദ്ദേഹം അവളെ ഉപദേശിച്ചിട്ടാണ് തിരികെ അയച്ചത്. യാൻഷിങ് എന്ന മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിലെത്തിയപ്പോൾ അവിടുത്തെ ജോലിക്കാരൊക്കെ തീപിടുത്തമുണ്ടായ സ്ഥലം വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്.
ചുച്ചു അവളെ കണ്ടപ്പോൾ ഓടി അടുത്തേക്ക് ചെന്നിട്ട് മന്ത്രി ഭൂവിന്റെ മുന്നിലേക്ക് ചെല്ലാതിരിക്കുന്നതാണ് നല്ലത്, അദ്ദേഹം ആകെ ദേഷ്യത്തിലാണ് എന്നൊക്കെ അവളെ അറിയിക്കുന്നു. ഈ തീപിടുത്തമുണ്ടായതിന്റെ പേരിൽ അവളെ കുറ്റപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് അവിടെ കാവലിന് ഡ്യൂട്ടി ഉണ്ടായിരുന്ന മാസ്റ്റർ ജിയെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള വിവരവും ചുച്ചു അവളെ അറിയിക്കുന്നു. ചുച്ചു അങ്ങനെ മുന്നറിയിപ്പൊക്കെ നൽകിയതുകൊണ്ട് യാൻഷിങ് എന്ന ഓഫീസിലേക്ക് കയറാതെ തിരികെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ചന്തു തന്റെ ജീവൻ രക്ഷിച്ചതിന് പകരമായി അവന് കഴിക്കാനുള്ള ഫുഡ് മുമ്പത്തെ പോലെ അവൾ റെഡിയാക്കുന്നു. അവന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഫുഡ് തന്നെയാണ് ഇപ്പോഴും അവൾ ഉണ്ടാക്കിയത്. അത് കഴിക്കാനായി അവന്റെ മുന്നിൽ കൊണ്ടുവച്ചപ്പോൾ അവൻ തനിയെ കഴിക്കാതെ അവളെ കൂടി അവിടെ പിടിച്ചിരുത്തിയിട്ട് അവളും കൂടി തനിക്കൊപ്പം ഇരുന്ന് കഴിക്കാൻ ആവശ്യപ്പെടുന്നു. യാൻഷിങ് ആദ്യം എഴുന്നേറ്റ് പോവാൻ തുടങ്ങിയപ്പോൾ അവൻ പെട്ടെന്ന് അവളെ പിടിച്ച് തന്റെ മടിയിലേക്ക് ഇരുത്തുന്നുണ്ട്. അവൾ അവിടെ നിന്നും വേഗം എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ, നീ ഇത്ര കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ എൻ്റെ ഒപ്പം ഇതൊന്ന് കഴിച്ചിട്ട് പോകും, ഇങ്ങനെ തിരക്ക് കൂട്ടിയാൽ എങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞ് അവൻ അവൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഫുഡ് എടുത്ത് അവളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. ടേസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത്ര വൃത്തികെട്ട ഫുഡാണ് താൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്ന് യാൻഷിങ്ങിന് മനസ്സിലാവുന്നത്. നീ നല്ല ഉദ്ദേശത്തോടെ ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ പിന്നെ എൻ്റെ ഒപ്പം ഇരുന്ന് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് അവൻ വീണ്ടും പറയുന്നു. അങ്ങനെ ഒരു വാശി പോലെ അവളും അവിടെ ഇരുന്നത് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. ഓരോ ഐറ്റം ടേസ്റ്റ് ചെയ്യുമ്പോഴും അവൾ കോക്കാനം വരുന്നുണ്ടെങ്കിലും സ്വന്തമായി ഉണ്ടാക്കിയതായതുകൊണ്ട് ഒരു പരാതിയും പറയാതെ അവൾ അവിടെ ഇരുന്നത് കഴിക്കാൻ തുടങ്ങുന്നു. ശന്തുവിന് അത് കണ്ടപ്പോൾ ചിരി വരുന്നുണ്ട്. എന്തായാലും അവൾ കൂടി കൂട്ടിനിരുന്നത് കൊണ്ട് അന്ന് അവനും അത് കഴിക്കുന്നു. ആ വൃത്തികെട്ട ഫുഡ് രണ്ടുപേരും കൂടി ആസ്വദിച്ച് കഴിക്കുന്നത് കുറച്ച് മാറി നിന്ന് കാര്യസ്ഥനും അസിസ്റ്റന്റും യുൻഷിയെയും ഒക്കെ കാണുന്നുണ്ട്. ഇന്നെന്താണ് ഇങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് എന്നൊക്കെ യുൻഷിയെ അത്ഭുതത്തോടെ ചോദിച്ചപ്പോൾ, വിവാഹം കഴിഞ്ഞാൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന ദമ്പതികൾ അങ്ങനെയൊക്കെയാണ്, കണ്ട് അസൂയപ്പെടേണ്ട കാര്യമില്ല എന്ന് കാര്യസ്ഥൻ പറയുന്നു. പക്ഷെ എത്രയൊക്കെ സ്നേഹം കാണിച്ചാലും ഇത് എത്ര നാൾ ഉണ്ടാവാനാണ്, അധികം വൈകാതെ അവർ രണ്ടു വഴിക്കാവും എന്ന് യുൻഷിയെ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട്. ഷെൻ ഷൗജയ്ക്ക് നേരെ അന്ന് രാത്രി ഒരു ആക്രമണം ഉണ്ടാവുന്നു. പക്ഷെ ആളുകൾ ഒന്നും വന്ന് ആക്രമണം നടത്തുന്നതല്ല കാണിക്കുന്നത്. കുറെ ഏയാമ്പാറ്റകൾ വന്ന് അവിടെ മുഴുവൻ തീ പിടിപ്പിച്ച ശേഷം അയാളെ ആരോ കെട്ടി തൂക്കിയതുപോലെയൊക്കെയാണ് കാണിക്കുന്നത്. ആരാണിത് ചെയ്തതെന്നൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. അടുത്ത ദിവസം രാവിലെ ഷെന്തുവും യാൻഷിങ്ങും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഷെൻ ഷൗജയെ നിരീക്ഷിക്കാൻ ഷെന്തു കുറച്ചുപേരെ ഏർപ്പെടുത്തിയിരുന്നതിനാൽ അയാൾ കൊല്ലപ്പെടുന്നതിന് മുമ്പ് അവർക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. പക്ഷെ ആ വീടിനകമൊക്കെ കുറെ അധികം കത്തി നശിച്ചിരുന്നു. മാത്രമല്ല അയാൾ രക്ഷപ്പെട്ടെങ്കിലും വല്ലാത്ത ഷോക്കിലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒന്നും സംസാരിക്കുന്നത് പോലുമില്ല എന്ന് അസിസ്റ്റന്റ് അവനെ അറിയിക്കുന്നുണ്ട്. അവർ അവിടെ നിന്ന് പോവാനായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ പുറത്ത് കൂടി നിൽപ്പുണ്ടായിരുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാൾ ഒളിക്കാൻ ശ്രമിക്കുന്നത് യാൻഷിങ് ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഷെന്തുവിന്റെ അസിസ്റ്റന്റ് വേഗം പോയി അയാളെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിന്റെ ലൈബ്രറിയിലെ കാവൽക്കാരനായിരുന്ന മാസ്റ്റർ ജി ആയിരുന്നു അത്. യാൻഷിങ് പറഞ്ഞപ്പോഴാണ് ഷെന്തുവിന് അയാളെ മനസ്സിലാവുന്നത്. തീപിടുത്തമുണ്ടായതിനെ കുറിച്ചുള്ള റിപ്പോർട്ടിൽ യാൻഷിങ്ങിന്റെ ഒപ്പ് ആവശ്യമായിരുന്നു. അതിന് അവളെ അന്വേഷിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് അവർ ഇങ്ങോട്ടേക്ക് വരുന്നത് കണ്ടത്. അങ്ങനെ അവരെ ഫോളോ ചെയ്ത് വന്നതാണ് എന്ന് അയാൾ അവരോട് പറയുന്നു. പക്ഷെ ഷെന്തുവിന് എന്തോ അതിൽ ചെറിയ സംശയം തോന്നുന്നുണ്ട്. ഈ സമയത്താണ് മറ്റൊരു സൈനികൻ വന്ന് അവരുടെ കൂട്ടത്തിൽ ഒരാൾ ഇതേപോലെ തീ പിടിച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയിക്കുന്നത്. മുമ്പ് ജിംഷു വർക്ക്ഷോപ്പിൽ പ്രശ്നമുണ്ടാക്കാൻ പോയവരുടെ തലവനാണ് ഇപ്പോൾ അങ്ങനെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷെൻഹു അയാളെ ശിക്ഷിച്ചതാണ് എന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഒരു സംസാരം പ്രചരിക്കുന്നു. അതേപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിൽ കുറച്ച് ദിവസങ്ങൾക്കുണ്ടായ തീപിടുത്തവും ഷെൻഹു യാൻഷിങ്ങിനെ ശിക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നും ആളുകൾ പറയുന്നു. ഈ റൂമറുകൾ ജനങ്ങൾക്കിടയിൽ നിന്ന് പാഞ്ചിയും കേൾക്കാൻ ഇടയാവുന്നുണ്ട്. മുമ്പ് പല ഭാഗങ്ങളിൽ നിന്നായി കിട്ടിയ ആ വെളുത്ത പൊടി എന്താണെന്ന് അറിയാൻ ഗോസ്റ്റ് മാർക്കറ്റിലുള്ള ആളിനെ ഏൽപ്പിക്കാനായിരുന്നല്ലോ യാൻഷിങ്ങിന്റെ മാസ്റ്റർ അവളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവൾ പാഞ്ചിയെ ആ കാര്യം ഏൽപ്പിച്ചിരുന്നു. അതെന്തായി എന്നറിയാനായിട്ട് അന്ന് രാത്രി അവൾ അവനെ മീറ്റ് ചെയ്യാനായി എത്തുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ പ്രശസ്തനായ ഡിറ്റക്റ്റീവ് പാഞ്ചിയാണോ അവനെന്ന സംശയം യാൻഷിങ്ങിന് ഇപ്പോൾ പലതവണയായി ഉണ്ടായിരിക്കും. അത് അവൻ തന്നെയാണോ എന്ന് ഇപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഇതുവരെ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. വെസ്റ്റേൺ റീജിയൻസിൽ നിന്ന് വന്ന ഒരു പ്രത്യേകതരം പൊടിയാണ് അത് എന്നാണ് പാഞ്ചി അവളോട് പറഞ്ഞത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എഴുതിയ പേപ്പർ അവൻ അവൾക്ക് നൽകുന്നുണ്ട്. നേരം ഒരുപാട് വൈകിയതുകൊണ്ട് അവിടെ അധികം ചുറ്റിത്തിരിയണ്ട എന്ന് പറഞ്ഞ് അവൻ അവളെ വേഗം തിരിച്ചയക്കുകയും ചെയ്യുന്നു. മാസ്റ്റർ ജിയെ കുറിച്ച് അന്വേഷിക്കാനായി ഷെന്തു അസിസ്റ്റന്റിനെ ചുമതലപ്പെടുത്തിയിരുന്നു. അയാൾ ഏതോ അസുഖത്തിന് മരുന്ന് കഴിക്കുന്നതിനെ പറ്റി ഇപ്പോൾ വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് അസിസ്റ്റന്റ് അവനെ വന്ന് അറിയിക്കുന്നു. ഈ സമയത്ത് അവിടേക്ക് ചായയുമായി വന്നുകൊണ്ടിരുന്ന യുൻഷിയെ പുറത്തുനിന്ന് അവരുടെ സംസാരം ഒളിച്ച് കേൾക്കാൻ ശ്രമിക്കുന്നത് ഷെന്തുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അസിസ്റ്റന്റ് വേഗം ചെന്ന് അവളെ അവിടെ നിന്ന് വഴക്ക് പറഞ്ഞ് തിരിച്ചയക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്താണ് യാൻഷിങ് അങ്ങോട്ടേക്ക് തിരിച്ചെത്തിയത്. ആ വെളുത്ത പൊടിയെ പറ്റി പാഞ്ചി പറഞ്ഞ വിവരങ്ങൾ അവൾ അവനോട് പറയുന്നു. വെസ്റ്റേൺ റീജിയൻസിൽ ഉണ്ടാവുന്ന ഏതോ ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ഒരു പൗഡറാണത്. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ആളുകൾ ഒരു പ്രത്യേക ലഹരിയിലാവും. പിന്നീട് ശരി ഏതാണ് തെറ്റേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവർ ഒരു മായാലോകത്തിൽ എത്തിപ്പെടും എന്നൊക്കെയാണ് അവൾ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ആ പൊടി ഇപ്പോഴത്തെ മയക്കുമരുന്നിന്റെ ഒക്കെ ഒരു ഫസ്റ്റ് വേർഷൻ ആണെന്നാണ് അവൾ പറഞ്ഞതിന്റെ ഉള്ളടക്കം. പാഞ്ചിയിൽ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടിയതെന്ന് അറിഞ്ഞപ്പോൾ ഷെന്തുവിന് കുറച്ച് അസൂയ ഫീൽ ചെയ്യുന്നുണ്ട്. മാസ്റ്റർ ജിയുടെ കാര്യത്തിൽ തനിക്ക് തോന്നിയ സംശയങ്ങളൊക്കെ യാൻഷിങ് അപ്പോൾ പറയുന്നുണ്ട്.
ആദ്യം ലൈബ്രറിയിലേക്ക് ചെന്ന സമയത്ത് അയാളുടെ ശരീരത്തിൽ നിന്നൊരു പ്രത്യേക മണം വരുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടിരുന്നല്ലോ. മുമ്പ് ആ മണം കിട്ടിയിട്ടുള്ളത് നേരത്തെ ആ ഡെഡ് ബോഡികളൊക്കെ കണ്ടുകിട്ടിയ ക്ഷേത്രത്തിൽ നിന്ന് മാത്രമാണ്. അയാൾക്ക് അതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരിക്കുമോ എന്ന സംശയം അവൾ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ചുച്ചുവിനെ കൊണ്ട് അന്വേഷിച്ചപ്പോൾ അയാൾ മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിൽ ജോലിക്ക് കയറിയത് ഷെൻഷോജിയെ റെക്കമെൻഡ് ചെയ്തതുകൊണ്ടാണ് എന്നും അറിയാൻ കഴിഞ്ഞു. പക്ഷേ ഷൗജിയുടെ വീടിന് മുന്നിൽ വെച്ച് അയാളെ കണ്ടപ്പോൾ അവിടെ ഉള്ളവരെ യാതൊരു പരിചയവുമില്ലാത്തതുപോലെ ആണല്ലോ അയാൾ പെരുമാറിയത്. അങ്ങനെ അയാൾ കള്ളം പറഞ്ഞത് എന്തിനായിരിക്കുമെന്നും അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ തന്റെ അന്വേഷണത്തിൽ നിന്ന് ഷെൻഷോജിയും അയാളും ഇതിനു മുമ്പ് യാതൊരു വിധത്തിലും കോണ്ടാക്ട് ചെയ്തതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചിലപ്പോൾ അയാളെ റെക്കമെൻഡ് ചെയ്തത് റെക്കോർഡ്സിൽ ഷെൻഷോജിയുടെ പേരാണ് എഴുതിയിരിക്കുന്നതെങ്കിലും അവർ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. ഇവർക്കിടയിൽ മൂന്നാമതൊരാൾ ഉണ്ടായിരിക്കാനാണ് സാധ്യത എന്ന് തന്റെ സംശയം ഷെന്തു പറയുന്നു. അതിനെപ്പറ്റി നേരിട്ട് അവരോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലതെന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം യാൻഷിങ് മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിലെത്തി ജിയെ കണ്ട് കുറെ ഫയലുകൾ അയാളുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്നു. ഷെന്തു ഷെൻഷോജയെ ചോദ്യം ചെയ്തതിൽ നിന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി നടക്കുന്ന ആക്രമണങ്ങളൊക്കെ നടത്തിയത് അയാളാണെന്ന് സമ്മതിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഫയലുകളിലുള്ളത്. അത് മാത്രമല്ല, ജിങ്ഷു വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട കേസിലും കുറ്റവാളി അയാൾ തന്നെയാണെന്ന് സമ്മതിച്ചിരിക്കുന്നു. അതിന് തെളിവുകൾ അയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇതിനെല്ലാമുള്ള ശിക്ഷയായി നാളെ അയാളെ രഹസ്യമായി കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ്. മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിന്റെ ജയിലിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങളും യാൻഷിങ് അയാളോട് പറയുന്നുണ്ട്. താങ്കൾ സംശയിക്കുന്നത് പോലെ അയാൾക്ക് ഷെൻഷോജയുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അന്ന് രാത്രി അയാളുടെ ഒരു ആക്രമണത്തിന് തയ്യാറായേക്കും എന്ന് യാൻഷിങ്ങിന് അറിയാമായിരുന്നു. അതിനുവേണ്ടിയാണ് അവൾ ഇങ്ങനെയൊക്കെ അയാളോട് പറഞ്ഞത്. അതെന്തായാലും ഫലം കാണുന്നു. അന്ന് രാത്രി മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിന്റെ തടവറയിലെത്തി അയാൾ ഷെൻഷോജയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഷൗജയ്ക്ക് പകരം അവിടെ ഉണ്ടായിരുന്നത് ഷെന്തുവിന്റെ അസിസ്റ്റന്റ് ആണ്. അങ്ങനെ അയാൾ പിടിയിലാവുന്നു. അത് പ്രതീക്ഷിച്ചത് പോലെ യാൻഷിങ്ങും ഷെന്തുവും അവിടെ തന്നെ ഉണ്ടായിരുന്നതിനാൽ അവർ അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നു. അപ്പോഴാണ് ഇത് അവരൊരുക്കിയ കെണിയാണ് എന്ന് ജിക്ക് മനസ്സിലാവുന്നത്. തെളിവ് സഹിതം പിടികൂടിയിട്ട് പോലും അയാൾ ആദ്യം കുറ്റം സമ്മതിക്കാൻ തയ്യാറാവുന്നില്ല. കുറെ സമയം ചോദ്യം ചെയ്തതിന് ശേഷമാണ് ജിങ്ഷു വർക്ക്ഷോപ്പുമായി തനിക്കുള്ള കണക്ഷനെ കുറിച്ച് പറയാൻ അയാൾ തയ്യാറായത്. ജിങ്ഷു വർക്ക്ഷോപ്പിന്റെ ഓണറായിരുന്ന ഷാൻറോങ്ങിനെ അയാൾക്ക് നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു. അവരുടെ സൗഹൃദം വളരെ ആഴത്തിലുള്ളതായിരുന്നതുകൊണ്ട് അവിടുത്തെ ഗവൺമെന്റ് എക്സാമിൽ ഫെയിലായിട്ട് പോലും അയാൾ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ജിക്ക് മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിൽ ജോലി വാങ്ങി നൽകുകയായിരുന്നു. അതിനുവേണ്ടി അയാൾ റെക്കമെൻഡ് ചെയ്തത് ഷൗജയോടായിരുന്നു. അങ്ങനെയാണ് ഷൗജയെ അയാൾക്ക് പരിചയം. തന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ കൊന്നത് ഷൗജയാണ് എന്നാണ് ജി വിചാരിച്ചിരിക്കുന്നത്. അതിനുള്ള പ്രതികാരമായിട്ടാണ് ഷൗജയുടെ ഭാര്യ അയാൾ കൊന്നത്. ഷൗജയ്ക്ക് മാനസികമായ പീഡനം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അയാളെ കൊല്ലാതെ ഇപ്പോഴും ജീവനോടെ വെച്ചിരിക്കുന്നത്. പറ്റാവുന്ന വിധത്തിലൊക്കെ അയാളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷെൻഹുവയുടെ പേരിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്ന കൊലപാതകങ്ങളൊക്കെ നടത്തിയത് അയാളാണോ എന്ന് ഷെന്തു ചോദിച്ചെങ്കിലും അത് അയാൾ സമ്മതിച്ചു കൊടുക്കുന്നില്ല. പിന്നീട് ചോദിച്ചിട്ടും കൂടുതലൊന്നും പറയാത്തതിനാൽ തൽക്കാലം അയാളെ തടവിലാക്കുന്നു. യാൻഷിങ് അന്ന് രാത്രിയും ഷെന്തുവിന് വേണ്ടി മെഡിസിൻ ചേർത്ത ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അവനത് കഴിക്കുമ്പോൾ അവൾ കൂടെ ഇരിക്കുന്നു. ആ സമയത്ത് ജിയെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. ക്രിമിനൽ അവനാണെന്ന് മനസ്സിലാവുന്നതോടെ ഈ കേസ് ക്ലോസ് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ എന്ന് യാൻഷിങ് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ മാത്രമാണ് ഇതിന് പിന്നിലെന്ന് തോന്നുന്നില്ല. അവന് പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ട്. അതുകൊണ്ടാണ് അവൻ ഷെൻഷോജിയെ ആക്രമിച്ച സമയത്ത് തന്നെ മറ്റൊരു സൈനികനെ മറ്റൊരു ഭാഗത്ത് വെച്ച് മറ്റാരോ കൊന്നത്. അത് ആരാണെന്ന് കണ്ടെത്താതെ കേസ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ഇത് എന്നൊക്കെ ഷെന്തു അവളോട് പറയുന്നു. ഇപ്പോൾ എന്തായാലും അവളുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ അവൻ ആദ്യത്തെ അത്ര ബുദ്ധിമുട്ടില്ല. ശീലമായതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനത് കഴിക്കുന്നുണ്ട്. അവൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾ അവിടെ നിന്ന് തിരികെ പോകുന്ന സമയത്താണ് യുൻഷിയെ അങ്ങോട്ടേക്ക് വന്നത്. നാളെ ജിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ കൂടി അവിടെ നിൽക്കാൻ അനുവദിക്കണമെന്ന് യുൻഷിയെ റിക്വസ്റ്റ് ചെയ്യുന്നു. ജിങ്ഷു വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട കേസിൽ പ്രധാനപ്പെട്ട തെളിവുകൾ നൽകിയത് അവൾ ആയതുകൊണ്ട് അതിനെ അനുവദിക്കണമെന്നാണ് അവൾ റിക്വസ്റ്റ് ചെയ്തത്. അങ്ങനെ അടുത്ത ദിവസം ചോദ്യം ചെയ്യലിന് പോയ സമയത്ത് ഷെന്തു അവളെ കൂടി വരാൻ അനുവദിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യൽ തുടങ്ങിയപ്പോഴേക്കും ലുവോഷിയും അങ്ങോട്ടേക്ക് എത്തുന്നു. ചോദ്യം ചെയ്യുന്നത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് ലുവോഷി അറിയിക്കുന്നുണ്ട്. പക്ഷെ അവൻ അവിടെ ഉള്ളത് തങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചോദ്യം ചെയ്യൽ യാതൊരു വിധത്തിലും ഇടപെടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അവിടെ ഇരുന്നാൽ മതിയെന്ന് ഷെന്തു ആദ്യമേ തന്നെ പറയുന്നു. താൻ അതിൽ ഇടപെടാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലുവോഷി അത് കാണാനായി അവിടെ ഇരിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിലൊന്നും ജി തന്റെ തെറ്റ് സമ്മതിക്കാൻ തയ്യാറാവുന്നില്ല. അവർ ചോദിക്കുന്നതിനൊക്കെ എതിർത്ത് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് യാൻഷിങ് അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. അവൾ കുറച്ച് ട്രിക്കി ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവൻ ഓരോന്നും പറയാൻ തുടങ്ങുന്നുണ്ട്. ജിങ്ഷു വർക്ക്ഷോപ്പ് കേസിൽ പ്രതികളാണ് എന്ന് അവൻ വിശ്വസിക്കുന്നത് ഷെൻഷോജയും ഭാര്യയുമാണ്. അതുകൊണ്ട് അവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ അവരെ കൊല്ലാൻ ശ്രമിച്ചത്. അന്ന് ജിങ്ഷു വർക്ക്ഷോപ്പിന്റെ കേസ് ഉണ്ടായ സമയത്ത് ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാൾ ഷെൻഷോജയുടെ വൈഫ് മാത്രമായിരുന്നു.
അതുകൊണ്ട് സംശയം തോന്നി അക്കാര്യത്തെക്കുറിച്ച് ചോദിക്കാനായി ഒരു തവണ ജി അയാളുടെ അടുത്ത് ചെന്നിരുന്നു. ആ സമയത്ത് തന്നെ അയാളുടെ മാനസിക നില തെറ്റിയിരിക്കുകയായിരുന്നു. ജിങ്ഷു വർക്ക്ഷോപ്പിൽ ഉണ്ടാക്കിയ ഒരു തുണിയും കൊണ്ടായിരുന്നു ജി അവിടെ ചെന്നത്. അത് കണ്ടപ്പോൾ പേടിച്ചതുപോലെ അയാൾ അത് വാങ്ങി ഒരു ചെടിച്ചട്ടിയുടെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കരുത്, എനിക്കാകെ പേടിയാണ്, അവരെന്നെ കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ അയാൾ പറയുന്നത് കേട്ടപ്പോൾ കുറ്റബോധം കൊണ്ടാണ് അയാൾ അങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ജി തെറ്റിദ്ധരിക്കുന്നു. പ്രിൻസസ് റോണിങ്ങിന് നൽകിയ ഡ്രസ്സിന്റെ ഡിസൈൻ ചേഞ്ച് ചെയ്തത് ഷെൻഷോജിയുടെ വൈഫാണ് എന്ന ധാരണയിൽ അയാൾ ഒരു ദിവസം രാത്രി അവിടെ എത്തി അവരെ കൊല്ലുകയായിരുന്നു. കൊല്ലപ്പെടുന്ന സമയത്ത് എന്തെങ്കിലും ഒരിക്കൽ ഇങ്ങനെ ഒരാൾ തന്നെ കൊല്ലാനും എത്തും എന്ന പേടി എപ്പോഴും ഉണ്ടായിരുന്നുവെന്ന് അവർ പറയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ ചിന്തകൾ ശരിയാണ് എന്ന് അയാൾ ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നു. ഇവിടുത്തെ നിയമം എന്തായാലും അയാളെ ശിക്ഷിക്കാൻ തയ്യാറാവുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ അവർക്ക് ശിക്ഷ വിധിച്ചതാണ് എന്ന് അയാൾ പറയുന്നു. അയാൾ തന്നെയാണ് ജിങ്ഷു വർക്ക്ഷോപ്പിൽ എത്തി അവിടെ കൂടിയിരുന്ന ആളുകൾക്കിടയിൽ ആ വെളുത്ത പൊടി വിതറിയതും യാൻഷിങ് മുമ്പ് അവിടെ എത്തിയ സമയത്ത് ഒളിഞ്ഞിരുന്ന് അവൾക്ക് നേരെ ആക്രമണം നടത്തിയതും അവളെ കാട്ടിനുള്ളിലെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതുമല്ല. പക്ഷെ അയാൾ പറയുന്നത് പോലെ ഷെൻഷോജയും ഭാര്യയും കൂടിയല്ല ജിങ്ഷു വർക്ക്ഷോപ്പിലെ കേസിൽ ചതിച്ചത് എന്ന് യാൻഷിങ് വാദിക്കുന്നു. അതിന് തെളിവായി ഷെൻഷോജയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ജിങ്ഷു വർക്ക്ഷോപ്പിന്റെ പേരുള്ള ആ തുണി അവളെടുത്ത് കാണിക്കുന്നുണ്ട്. ശരിക്കുള്ള ക്രിമിനൽസ് ഇവർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തെളിവ് ഇവർ സൂക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിനക്ക് എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് യാൻഷിങ് പറയുന്നു. ഈ സമയത്ത് ആ തുണി കണ്ട ഷെൻഷോജെ പെട്ടെന്ന് അത് കയ്യിൽ വാങ്ങി നോക്കിയിട്ട് സ്വബോധം വന്നതുപോലെ എല്ലാം എന്റെ തെറ്റാണ്, ഞാനിത് ഒളിപ്പിച്ചു വെക്കാൻ പാടില്ലായിരുന്നു, എന്റെ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടുന്നതിന് ഞാൻ ഇടാക്കി എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങിയത്. ജിങ്ഷു വർക്ക്ഷോപ്പ് ഉടമയായിരുന്ന ഷാൻറോങ്ങിനോട് ക്ഷമ പറഞ്ഞുകൊണ്ടാണ് അയാൾ കരയുന്നത്. എന്ത് തെളിവാണ് അയാൾ ഒളിപ്പിച്ചത്, ആരാണ് അയാളെ അതിന് പ്രേരിപ്പിച്ചത് എന്നൊക്കെ ജി അയാളോട് ചോദിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ബോധം പോയതുപോലെ അയാൾ തുണി താഴെ ഇടുന്നു. ഈ സമയത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്ന യുൻഷിയെ മുന്നോട്ട് വന്നിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിങ്ങളിങ്ങനെ കുറ്റസമ്മതം നടത്തിയതുകൊണ്ട് എന്താണ് പ്രയോജനം, അന്ന് സത്യം അന്വേഷിച്ചു കണ്ടെത്തിയിരുന്ന ഉദ്യോഗസ്ഥനായ നിങ്ങൾ ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചതുകൊണ്ട് എത്ര നിരപരാധികളാണ് കൊല്ലപ്പെട്ടത്, അവരെയൊക്കെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. ആരാണ് നിങ്ങളെ കൊണ്ടിതെല്ലാം ചെയ്യിപ്പിച്ചത് എന്ന് ജി ഷൗജിയോട് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെൻഹുവോയുടെ പേര് അയാളപ്പോൾ പറയുന്നു. അതോടെ ജി ആകെ വല്ലാത്തൊരവസ്ഥയിൽ എത്തുന്നുണ്ട്. ഇത്രയും നാളും ഷെൻഷോജിയുടെ ഭാര്യയാണ് തെറ്റുകാരി എന്ന് കരുതിയാണല്ലോ അയാൾ ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. ഇപ്പോൾ ഷെൻഹു ആണ് ഇതിനൊക്കെ കാരണക്കാരി എന്ന് പറഞ്ഞപ്പോൾ താൻ തിരഞ്ഞെടുത്ത വഴി തെറ്റിപ്പോയോ എന്ന് അയാൾക്ക് സംശയമാവുന്നു. അയാളുടെ അടുത്ത് മുഖമൊക്കെ മറച്ച ഏതോ ഒരു സ്ത്രീ വന്ന് ഒരു ഈയമ്പാറ്റയെ നൽകിയതിനെ കുറിച്ച് അയാൾ ഓർക്കുന്നതും ഇതിനിടയിൽ കാണിക്കുന്നുണ്ട്. അത് ആരാണെന്ന് അയാൾക്കും അറിയാമെന്ന് തോന്നുന്നില്ല. പക്ഷെ ആരൊക്കെയോ തന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് അയാൾക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. അന്ന് ആര് പറഞ്ഞിട്ടാണ് അയാൾ യാൻഷിങ്ങിനെ ആ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് എന്ന് ഷെന്തു ഇപ്പോൾ ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾ അതിന് ഉത്തരം നൽകാൻ തയ്യാറാവുന്നില്ല. മറിച്ച് ഒരു ഭ്രാന്തനെ പോലെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ കഴിയുന്നത് അയാൾക്കാണ്. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഭ്രാന്ത് പറഞ്ഞുകൊണ്ടിരിക്കാതെ തങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും വിവരങ്ങൾ നൽകാൻ ഷെന്തു വളരെ ദേഷ്യപ്പെട്ട് അയാളോട് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും അയാൾ അതിനൊന്നും തയ്യാറാവാതെ ഇതൊക്കെ കൊട്ടാരത്തിലുള്ളവരുടെ കുഴപ്പമാണ്, പ്രിൻസിന്റെയും പ്രിൻസസിന്റെയും രാജ്ഞിയുടെയും ഒക്കെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് രാജകുടുംബത്തെ മൊത്തത്തിൽ കുറ്റക്കാരായി ആക്ഷേപിക്കുന്നു. അങ്ങനെ വിളിച്ച് പറയരുത്, അത് അയാളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തും എന്ന് പറഞ്ഞ് മന്ത്രി വു അയാളുടെ വാ പൊത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ പറയുന്നത് നിർത്താൻ തയ്യാറാവുന്നില്ല. ഈ കേസ് വീണ്ടും അന്വേഷിക്കണം എന്നൊരാവശ്യം കൂടി അയാൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അയാൾ വിളിച്ച് പറയുന്നത് പോലെ ഈ കേസ് റീഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ചോ ഇപ്പോൾ അയാൾ പറഞ്ഞതിനെ കുറിച്ചോ ഒന്നും രാജ്ഞിയോട് പറയരുത് എന്ന് മന്ത്രി വു ഷെന്തുവിനോട് പറയുകയും ചെയ്യുന്നു. രാജ്ഞിയുടെ മുന്നിൽ ഇതിനെക്കുറിച്ച് ചെന്ന് പറയുന്നത് വളരെ അപകടമുള്ള കാര്യമാണ് എന്ന് ഷെന്തുവിനും അറിയാം. പക്ഷേ എന്നാലും ഇക്കാര്യം രാജ്ഞിയുടെ അടുത്ത് എത്തിക്കാമെന്ന് അവൻ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ചോദ്യം ചെയ്യൽ കഴിഞ്ഞ എല്ലാവരും കൂടി പുറത്തേക്കിറങ്ങിയ സമയത്ത് ലുവോഷി യാൻഷിങ്ങിനോട് തന്റെ ഇമ്പീരിയൽ ഇൻസ്പെക്ടറേറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അവളിങ്ങനെ ഓരോ കേസ് തെളിയിക്കുന്നതിലെ അവളുടെ കഴിവും അതേപോലെ ചോദ്യം ചെയ്യൽ അവൾ ഉപയോഗിക്കുന്ന രീതിയും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവളെ പോലെ ബുദ്ധിസാമർഥ്യമുള്ള ഒരാളെ കൂടെ നിർത്താൻ താല്പര്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുന്നത് എന്നാണ് ലുവോഷി പറഞ്ഞത്. ഇപ്പോൾ യാൻഷിങ് വർക്ക് ചെയ്യുന്നത് മന്ത്രി വുവിന്റെ മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിലാണല്ലോ. അദ്ദേഹത്തോട് അവളെ തന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിട്ടയക്കുമോ എന്നും ലുവോഷി ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യം തീരുമാനിക്കേണ്ടത് താനല്ല, അവൾ ഷെന്തുവിന്റെ ഭാര്യ ആയതുകൊണ്ട് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാൻ പറഞ്ഞ മന്ത്രി വു നൈസായി എസ്കേപ്പ് ആവുന്നു. ലുവോഷി ഒരു മടിയുമില്ലാതെ ഷെന്തുവിനോടും അതിനെപ്പറ്റി സംസാരിക്കുന്നു. യാൻഷിങ്ങിന് നല്ലൊരു ഭാവിയുണ്ട്, അവളുടെ ഭർത്താവാണ് എന്ന പേരിൽ അവളുടെ ഭാവിക്കൊരു തടസ്സമാവരുത് എന്ന രീതിയിലാണ് ലുവോഷി അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്ത് യാൻഷിങ് മുന്നോട്ട് വന്നിട്ട് തനിക്ക് ഷെന്തുവിന്റെ ഒപ്പം നിൽക്കാനാണ് താല്പര്യം, മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കും പോകാൻ താല്പര്യമില്ല, തൽക്കാലം ഷെന്തുവിന്റെ സംരക്ഷണയിൽ തന്നെ മുന്നോട്ട് പോകുന്നതിനാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് തന്റെ നിലപാട് വ്യക്തമാക്കുന്നു. ഷെന്തുവിനെ അത് സന്തോഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവൻ അവളെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. അവർക്കിടയിൽ ശരിക്കും ഒരു സ്നേഹബന്ധം വളരുന്നുണ്ട് എന്ന് ലുവോഷിക്ക് മനസ്സിലാവുന്നു.
തനിക്ക് ഇങ്ങനെയുള്ള സ്നേഹവും സംരക്ഷണവും ഒന്നും ആരുടെയും ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ലല്ലോ എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. പോസിറ്റീവ് രീതിയിലല്ല, നെഗറ്റീവ് രീതിയിലാണ് അവൻ അതിനെപ്പറ്റി അവിടെ നിന്ന് ചിന്തിക്കുന്നത്. ജിങ്ഷു വർഷോപ്പിന്റെ കേസ് റീഓപ്പൺ ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു തിരികെ പോകുന്ന വഴിയെല്ലാം യാൻഷിങ് ചിന്തിച്ചത്. ആ കേസ് റീഓപ്പൺ ചെയ്യുന്നത് അത്ര നിസ്സാര കാര്യമല്ല. രാജ്ഞി അതിനെ ശക്തമായി എതിർക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ വിവരം രാജ്ഞിയുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഷെന്തുവിന് കടുത്ത ശിക്ഷ തന്നെ നേരിടേണ്ടി വരും എന്നൊക്കെ ചിന്തിച്ച് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അവൾ അബദ്ധത്തിൽ ചെന്ന് ഷെന്തുവിനെ ഇടിക്കുന്നു. അങ്ങനെ അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവൾ എന്തോ കാര്യമായി ചിന്തിച്ചുകൊണ്ട് വരികയായിരുന്നു എന്ന് അവന് മനസ്സിലാവുന്നു. എന്താണത് എന്ന് അവൻ ചോദിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന യുൻഷിയെ അവൾ നോക്കുന്നുണ്ട്. അവൾ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് കാര്യം പറയാത്തതെന്ന് മനസ്സിലാവുന്നതിനാൽ യുൻഷിയെ പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോകുന്നു. ഈ കേസിൽ യുൻഷിയയ്ക്ക് എന്തോ പ്രത്യേക താല്പര്യമുള്ളതുപോലെ യാൻഷിങ്ങിനെ ഫീൽ ചെയ്തിരുന്നു. അക്കാര്യം അവൾ അവനോട് പറയുന്നു. ജിങ്ഷു വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട കേസിനെ പറ്റി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ യുൻഷിയെ അവന്റെ അടുത്തേക്ക് വന്നത് തന്നെ. അതുകൊണ്ട് അവൾക്ക് കാര്യത്തിൽ പ്രത്യേക താല്പര്യം കാണും എന്ന് അവനും സമ്മതിക്കുന്നുണ്ട്. അത് മാത്രമല്ല, പുറമെ കാണുന്നതിനപ്പുറം എന്തൊക്കെയോ സീക്രട്ടുകൾ അവൾക്കുണ്ട് എന്ന സംശയം അവനുമുണ്ട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പിന്നെന്തിനാണ് അവളെ ഇവിടെ താമസിപ്പിക്കുന്നത് എന്ന് യാൻഷിങ് ചോദിക്കുന്നു. ഷെന്തു അസിസ്റ്റന്റിനെ കൊണ്ട് മുമ്പ് തന്നെ അവളെ പറ്റി വിശദമായി അന്വേഷിപ്പിച്ചിരുന്നു. അവൾ പറയുന്നത് പോലെ ജിങ്ഷു വർക്ക്ഷോപ്പ് കേസിനെ പറ്റി അവൾക്ക് കൂടുതലൊന്നും അറിയില്ല. പക്ഷേ അവളുടെ പേരൻസ് ജിങ്ഷു വർക്ക്ഷോപ്പുമായി ഒരുപാട് ബിസിനസ് ഡീലിംഗ്സ് നടത്തിയിട്ടുള്ളവരാണ്. എന്നിട്ടും ഈ ഒരു കേസ് വന്ന സമയത്ത് അവരുടെ കുടുംബത്തിന് യാതൊരു പ്രശ്നങ്ങളും പറ്റിയില്ല. അവർക്ക് ശിക്ഷാ നടപടികളൊന്നും നേരിടേണ്ടി വന്നില്ല. എന്തായിരിക്കും അതിന് കാരണമെന്ന് ഷെന്തുവിന് നല്ല സംശയമുണ്ട്. അതുകൊണ്ടാണ് അവളെ മറ്റെവിടേക്കും വിട്ടയക്കാതെ ഒരു ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ നിർത്തിയിരിക്കുന്നത്. എപ്പോഴെങ്കിലും തനിക്ക് ആവശ്യമായ തെളിവുകൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അവൻ. എങ്കിൽ പിന്നെ ഇങ്ങനെ ഒളിച്ചു കളിക്കാതെ അവളോട് നേരിട്ട് അതിനെപ്പറ്റി ചോദിച്ചുകൂടെ എന്ന് യാൻഷിങ് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവളുടെ കയ്യിൽ നിന്ന് ആ വിവരങ്ങളൊക്കെ കിട്ടാൻ അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. അത് മാത്രമല്ല, അവൾ പുറത്തെവിടെയെങ്കിലും ആണെങ്കിൽ ഈ ക്രിമിനൽസിൽ നിന്ന് അവളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാനും പറ്റില്ല എന്നുള്ള കാര്യം അവൻ അറിയിക്കുന്നു. അവളുടെ കാര്യം താൻ ഏറ്റു. എങ്ങനെയെങ്കിലും അവളിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ശ്രമിക്കാമെന്ന് യാൻഷിങ് ഉറപ്പ് നൽകുന്നുണ്ട്. ആ കേസ് റീഓപ്പൺ ചെയ്യാൻ അവൻ എന്തിനാണ് തയ്യാറായത് എന്ന കാര്യവും അവൾ ചോദിക്കുന്നു. ലുവോഷിയും മന്ത്രി വുവും ഒക്കെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് ശ്രമിച്ചത്. പിന്നെ നീ എന്തിനാണ് ഈ കാര്യത്തിൽ ഇത്ര താല്പര്യം എടുക്കുന്നത് എന്ന് അവൾ ചോദിക്കുന്നു. പ്രിൻസസ് റൂണിങ്ങിന് അവളെ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തതിന് പകരമായിട്ട് ജിങ്ഷു വർക്ക്ഷോപ്പിലെ കേസിനെ കുറിച്ച് അന്വേഷിക്കാമെന്ന് അവൻ വാക്ക് കൊടുത്തിരുന്നതാണല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇക്കാര്യം സമ്മതിച്ചത് എന്ന് ഷെന്തു അവളെ അറിയിക്കുന്നു. സത്യത്തിൽ പ്രിൻസസ് റൂണിങ്ങിന് വാക്ക് നൽകിയത് പാലിക്കാൻ വേണ്ടിയിട്ട് ഈ കേസ് റീഓപ്പൺ ചെയ്യിക്കാൻ ഒരു അവസരം ഉണ്ടാക്കേണ്ടത് ഷെന്തുവിന്റെ കൂടി ആവശ്യമായിരുന്നു. ഇപ്പോൾ ശരിക്കും അവൻ ജിയെ അതിനുവേണ്ടി ഉപയോഗിച്ചതാണ് എന്ന് പറയാം. അവൾ അവന്റെ ബുദ്ധിയെ അഭിനന്ദിക്കുന്നുണ്ടെങ്കിലും ഈ കേസ് റീഓപ്പൺ ചെയ്യുന്നതിനെ പറ്റി രാജ്ഞിയുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ പറ്റിയുള്ള പേടിയും അവൾക്കുണ്ട്. ഷെന്തു ആണല്ലോ ഈ വിവരം ചെന്ന് പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഷെന്തുവിന് എന്തെങ്കിലും ശിക്ഷ നേരിടേണ്ടി വരുമോ എന്നുള്ള തന്റെ പേടി അവൾ പറഞ്ഞപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. എന്തായാലും രാജ്ഞി അങ്ങനെയൊന്നും പ്രതികരിക്കാൻ സാധ്യതയില്ല. ജനങ്ങളുടെ സമാധാനമാണ് രാജ്ഞി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവൻ സമാധാനിപ്പിക്കുന്നു. യുൻഷിയെ അവിടെ നിന്ന് പറഞ്ഞയച്ചതാണെങ്കിലും അവൾ കുറച്ച് അപ്പുറത്ത് നിന്ന് തങ്ങളുടെ സംസാരം ശ്രദ്ധിക്കുന്നത് ഇതിനിടയിൽ ഷെന്തു കാണുന്നുണ്ട്. അവൻ നോക്കുന്നത് കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് ഒളിക്കുകയും ചെയ്യുന്നു. അവൻ പതുക്കെ യാൻഷിങ്ങിന്റെ അടുത്തേക്ക് ചെന്നിട്ട് യുൻഷിയയുടെ കാര്യം അവളെ ഏൽപ്പിക്കുകയാണ് എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. അവൾ ഇത്ര കുഴപ്പക്കാരിയാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങ് പറഞ്ഞയച്ചാൽ പോരെ എന്ന് യാൻഷിങ് ചോദിക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ പ്രധാനപ്പെട്ട തെളിവുകൾ എന്തെങ്കിലും ഉറപ്പായും കാണും എന്ന് ഷെന്തു പറഞ്ഞപ്പോൾ അവളുടെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് യാൻഷിങ് അവന്റെ അസിസ്റ്റന്റിന്റെ അടുത്തേക്ക് ചെന്നിട്ട് യുൻഷിയെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അവസരം കിട്ടിയാൽ അവൾ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനും ഒക്കെ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്.